ആവേ ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാറ് കൊടുത്തു എന്നുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ കാറെല്ലാം കൊടുത്ത് ഇപ്പോൾ കാറൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് നമുക്ക് ഡിസംബർ 30 ഉട്ടാപ്പീൻ്റെ ബർത്ത്ഡേയാണ്. മോൻ്റെ ബർത്ത്ഡേയും ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി രണ്ടും ഒരു ദിവസമായിരുന്നല്ലോ. അപ്പോൾ ഒരു വയസ്സാകാൻ പോവാ ഇല്ലല്ലോ, ഒരു വയസ്സാകാൻ പോവാ. അപ്പോൾ എന്നാ ചെയ്യണ്ടേ, ആദ്യത്തെ ബർത്ത്ഡേ ചെറിയ രീതിയിലൊരു ഇങ്ങനെ വെക്കണം എന്നൊക്കെ മനസ്സിലുണ്ട്. പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്നും പറയുന്നില്ല, ആ സമയം നമുക്ക് കാണിച്ചു തരാം, അത്രയേ ഉള്ളൂ. അപ്പോൾ മിന്നുവാണെങ്കിൽ പ്രശ്നം തന്നെയാണ്, ദിവസം അത്രയേ ഉള്ളൂ, ആരെല്ലാം വിളിക്കുവാന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഓളോട് ചോദിക്കാം. മിന്നോ, 1000 ആളെ പരിപാടിയാ? 2000 ആളെയാ? കവറ് വെക്കാന്നാല് കല്യാണത്തിന് എനക്കൊന്നും കിട്ടിയില്ല, ഇനെങ്കിലും എന്തെങ്കിലും കിട്ടട്ടെ. വരുന്ന ഓരോരുത്തരും ഒരു 500 റുപ്യ വെച്ച് ഇല്ലേ എനിക്കിട്ടാ, നമുക്കൊരു സംഖ്യ ഉണ്ടാക്കാം. എന്താ എന്തെന്നാ കൊടുക്കുക? വടയും ചായ മതിയാവുക? വൈകുന്നേരം വരുവാൻ പറയാം എല്ലാവരോടും. എന്താ അപ്പോൾ ഇവിടെ സ്ഥലമില്ല എന്നൊക്കെ അറിയുന്നു, പക്ഷെ 3-4 ടേബിൾ നിരത്തി ഇവിടെ ഇടുവെല്ലാം ചെയ്യുക അല്ലേ, പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇത്രയും കോലായിലൊക്കെ. പക്ഷെ ഇവക്ക് ഇവിടെ സ്ഥലമില്ല എന്നുള്ള ഇതാ, സ്ഥലം കുറവാ ഇവിടെ. ഇരുന്നോട്ടെ, അത്ര ഒന്നല്ല, അങ്ങനെ തിങ്ങിയിരിക്കാനൊന്നും ആവില്ല. ആണല്ലേ? എന്നാ പിന്നെ നമുക്ക് എന്നാ പെന്നും പേപ്പറും എടുത്തോ. എത്ര ആളെ ലിസ്റ്റ് ഇടണ്ടേ? ആളെ ലിസ്റ്റ് ഇടുവാനാ? അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊരു സ്പെഷ്യൽ കാര്യം, നമ്മളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതൊരു ക്ഷണമായിട്ട് എടുത്തോ. ആർക്കും വരാൻ താല്പര്യമുണ്ടേ വന്നോ അല്ലേ? അതെ. പിന്നെ വരുന്ന ആൾക്കാരെ കണക്കില്ലാത്തതുകൊണ്ട് ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എങ്ങനെയെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്ത് ലൊക്കേഷനൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഒന്നും പ്രശ്നമില്ല. ഫുഡൊക്കെ തികഞ്ഞിക്കില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും എല്ലാം ചെയ്യാം അല്ലേ, നമ്മളൊന്ന് ഒത്തു കൂടുക അല്ലേ, അതൊക്കെ അല്ലേ. നിങ്ങളിരുന്ന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുക എന്നൊക്കെ. പിന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ XXL വേണ്ടി ഒരു ഷർട്ടിന് അല്ല, അതിൽ പറയട്ടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലേ, ആരും എൻ്റെ എനിക്ക് എൻ്റെ തരണം എന്നെല്ലാം വിചാരിച്ച ഷർട്ട് XXL അല്ല, ചിലപ്പോൾ XXL ആവും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാൻ മതി, ഷർട്ട് കൊണ്ടുവരുമ്പോൾ ബില്ലും അതിൻ്റെ കൂടെ തന്നെ വെച്ചാൽ മതി, എന്നാൽ നമുക്ക് വേണേൽ മാറ്റി വാങ്ങാമല്ലോ, സൈസ് പറ്റിയിട്ടില്ലെങ്കിൽ. പാൻറ്റ് 36 ചിലത് 38. 36 മതി, പാൻറ്റ് 36 കേട്ടോ. എന്തായാലും ബില്ല് കൂടെ വെച്ചോ, ഒന്നാ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ. ഉറ്റാപ്പിൻ്റെ സൈസ് എത്രയാ? ഉറ്റാപ്പിൻ്റെ ലാർജാ? മുട്ടാപ്പിൻ്റെ ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ഒരു ഗിഫ്റ്റ് വാങ്ങുന്നുണ്ട് അല്ലേ. എമിവാവേൻ്റെ ബർത്ത്ഡേക്ക്, എമിനുവിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ കാറ് കൊടുത്ത നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, നമ്മൾ വേറൊരു കാറ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ ഡെലിവറി കിട്ടുമെന്നാണ് പറഞ്ഞത് വണ്ടി. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു വണ്ടി മാറ്റണമെന്ന്. കാരണം ഈ ലോങ്ങൊക്കെ എൻ്റെ ആടാ ഇവന് പോണ എവിടെയോ തുറന്നിട്ട് അടച്ചറിയുമേ, ഇവൻ പോന്നാണ്ടാ. ഇത് എവിടെ പോനാ ഇനി? ഇവിടെ ഇപ്പം എന്തിനാ ഇങ്ങനെ ആക്കിയാൽ നിങ്ങൾക്ക് തിരിഞ്ഞോ? ഇതാ എല്ലാവരും ചോദിക്കും ഇതെന്തിനാണ് ഇതാ. പള്ളിയാണോ മദ്രസ ആണോ എന്തൊക്കെയാ ഞങ്ങൾ കേട്ടെ. ഇവന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ആക്കി, അവൻ ഓടി നടക്കുക. കാരണം ഇതാ ഇവിടെ നിന്ന് ഇത്രയും കോലായി ഉള്ളൂ. ഇതാ ഓനെ ഓടി കളിക്കുവാനുള്ള സ്ഥലം ഉണ്ട് അവിടെ. ഹായ്, ഫ്രണ്ട്സ് വരുന്നുണ്ട് എമിക്കുട്ടൻ്റെ. വാ വാ വാടാ. അതെ, നമുക്ക് ഹാളും ഇതൊന്നും വലുതല്ല, ചെറിയ ഹാളൊക്കെയാണ്, സ്ഥലമില്ല, അതുകൊണ്ട് ഓന് നടക്കാനുള്ളൊരിതുണ്ടാക്കി. ഇതാരും ഓടി ഓടി, അത് മീത്തല പറയല അപ്പൂൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടീനെ പറ്റി പറഞ്ഞല്ലോ, കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹം കുറച്ചുകൂടി കംഫർട്ടുള്ള വണ്ടി എടുക്കണമെന്ന്. കാരണം ലോങ് യാത്രയൊക്കെ ഒരുപാടുണ്ട്, പിന്നെ മൈലേജും കുറച്ച് കൂടുതലുള്ള എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ
ഇപ്പോൾ നമ്മളിപ്പോൾ കല്യാണത്തിൻ്റെ ആ ഒരു വീഡിയോ എടുക്കാനൊക്കെ ഇങ്ങനെ ദൂരെ പോകുമ്പോൾ കുറച്ചുകൂടി ഒരു കംഫർട്ടുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നോക്കി അങ്ങനെ അടവിനൊക്കെയാണ് റെഡി ക്യാഷ് വീശി എടുക്കുന്നു അല്ലേ? റെഡി ക്യാഷ് വീശി എടുക്കുന്നൊന്നല്ല, അടവിനെടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം എടുക്കണമെന്ന് തോന്നി ആ സമയത്ത് എടുക്കണ്ടേ. എന്നെ എപ്പോൾ പ്രായമായിട്ട് മാറ്റി കൊണ്ടൊന്നും കാര്യമില്ലല്ലോ, ആവശ്യമുള്ള സമയത്ത് എടുക്കണമല്ലോ. എന്താ എമ്മിക്കോട്ടെ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ കാര്യക്കോ? അപ്പോൾ എമ്മിക്കോട്ടെ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. കമോൺ. ചേച്ചി വന്നിക്ക്, ചേച്ചി നടക്കടാ. ആ ചേച്ചിയും ചേട്ടനും വന്നിക്ക്. ചേച്ചി വന്നിക്ക് ഇട്ടാപ്പി, വാ വാ. എമിക്കുട്ടാ ഇങ്ങോട്ട് വാ, മെല്ലെ നന്ന് വാ, നന്ന് വാ. അമ്മൂസ് പോന്നാണോ? പോവാനോ? ഇവൻ പുറത്തിറങ്ങി പോകുന്നതിന് ഇവിടെ ഗ്രില്ലിങ് ഇങ്ങനെ പൂട്ടിയിടലാണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പുറം തന്നെ കൊള്ളാണ്. അങ്ങനെയൊക്കെ ഇറങ്ങി അങ്ങ് പോവും. ഇവിടെ എല്ലാം ഗ്ലാസ്സോ എന്തെങ്കിലും ഇടണം ശരിക്കും. ഗുഡ് മോർണിംഗ്. ഇന്ന് മൺഡേ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി മുമ്പുള്ള നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇന്നാണ് നമ്മളെ കാറ് ഡെലിവറി കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും, 12 മണിക്ക് ശേഷമായിരിക്കും, വൈകുന്നേരം ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇവിടെ നമ്മളിതാ ഇവിടെ ഒക്കെ ഇങ്ങനെ സെറ്റാക്കിക്ക് കാറ് വെക്കാൻ. ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കിട്ടോ. ഇനി കാറ് സ്പേസിലേക്ക് കയറ്റി വെക്കാം. കുറച്ച് സാധനങ്ങൾ ബാക്കിയുണ്ട് ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് തരാനുള്ളത്, അതെടുത്ത് മാറ്റണം ഇപ്പോൾ ഇവിടുന്ന്. പിന്നെ താഴെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കേട്ടോ. വണ്ടി കാട്ടി വരുന്നിടത്തിൽ ഇവിടെ ഒന്ന് ചെറുങ്ങനെ കോൺക്രീറ്റ് ചെയ്തൊക്കെ. ഇനി നമുക്ക് താഴെ കുറച്ച് പണിയുണ്ട്. അവിടെ കുറച്ച് സീനാണ്. റോഡ് ഇങ്ങനെ ഒരു ഗട്ടർ പോലെ ഉണ്ട് അവിടെ. ഇപ്പോൾ എന്തെങ്കിലും ചെയ്യണം, ഒരു ബംഗാളീനെ വെച്ചിട്ട് ചെയ്യണോ അല്ലെ ഞാൻ തന്നെ അങ്ങ് ചെയ്താൽ മതിയോ എന്നുള്ളൊരു ഒന്നാമത് നേരവും ഇല്ലാത്തൊരു വിഷയമാണ്. ഇവിടെ മരമൊക്കെ കുറേ മുറിച്ച് കിട്ടുക. നമ്മളവിടെ ബാക്കിൽ തേക്കില്ലേനോ വീടിനോട് ചാരിയിട്ട് അതൊക്കെ മുറിച്ചതാ. അവിടെയുള്ള ആ തേക്ക് മരം അതൊക്കെ മുറിച്ചിട്ടാ. കഴിഞ്ഞൊരു വീഡിയോയിൽ കുറേ ആൾ പറഞ്ഞിരുന്നു അതെന്താ മുറിക്കാത്ത, അതായത് ഒക്കെ മുറിച്ചിട്ടാ. അതുപോലെ ഫ്രണ്ടിലുള്ള ഈ മരവും മുറിച്ചിക്ക്. അതൊരു തണലേനു സംഭവം. മുറിച്ച് ചായ്മ ചേരയോ അങ്ങനെ ഓരോന്നൊക്കെ കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചു പോട്ടെ എന്ന് വിചാരിച്ചു മുറിച്ചത്. ഇനി നമുക്ക് ഇവിടെ ഇതൊന്ന് സെറ്റാക്കണം, ഇതൊന്ന് ഒഴിവാക്കണം ഇവിടുന്ന്. ഇതാണ് എടുത്ത പണി. അപ്പോൾ ഗൈസ് നമ്മളിതാ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലുള്ള. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. നടന്നാ പോകുന്നത് അല്ലേ? ഇന്നോ താഴത്ത് നിസാർക്കുണ്ട്, മിന്നുവിൻ്റെ ഉമ്മാൻ്റെ അങ്ങള മൂപ്പർ ഡ്രോപ്പ് ചെയ്ത് തരും കേട്ടോ. അവിടെ മോട്ടോഴ്സ് നെല്ലാങ്കണ്ടി അവിടെയാണ് പോകുന്നത്. ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആണ് അല്ലേ? ഇന്നോ എമിക്കുറ്റനെ 1 വയസ്സാവാൻ പോകുന്നതിൻ്റെ ഗിഫ്റ്റാ. അപ്പോൾ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടി വന്ന് ഇപ്പോൾ ഡെലിവറി എടുക്കാനായി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തപ്പി എൻ്റെ
ഓ ഷുവർ. എമിക്കുറ്റ 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 ഉറ്റാപ്പി ഉറ്റാപ്പി ഉറ്റാപ്പി. അപ്പൊ ഗൈസ് ബിന്നു ഇതാ വണ്ടി ഓടിച്ച് പോവാണ്. എന്നാ വിട്ടോ, വണ്ടി സ്റ്റാർട്ട് ചെയ്തൊക്കെ അല്ലേ? ആ ഓഫായിക്കോ, അല്ല എക്സ്പേർട്ടായി പോയിട്ടോ. അതെ ഓഫായിക്കോ. ആ ഓക്കെ, എന്നാ ഇനി ഇറങ്ങിക്കോ. തല നോക്കണേ.